ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ മുറ്റത്തുണ്ട്. ജീവിതം മടുത്തു, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, പ്രാർത്ഥനയൊക്കെ നിർത്താം, ഇനി മരിക്കുന്നതാണ് ജീവിതത്തിൽ ഏകമാർഗമെന്ന് ചിന്തിക്കുന്നവർ ഈ പരിസരത്തുണ്ട്. ദൈവമക്കളെ, മടുത്തു പോകല്ലേ, നിരാശപ്പെടല്ലേ, ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കല്ലേ. യേശു ജീവിക്കുന്ന ദൈവമാണ്, അതുകൊണ്ട് തളർന്നു പോകല്ലേ. ഈ കണ്ണ് കാണാൻ വയ്യാത്ത മനുഷ്യൻ പറയുക, നിങ്ങൾ തളരല്ലേ, എഴുന്നേറ്റ് നിങ്ങൾ ഇനിയും ഉറക്ക വിളിക്കുക, യേശു നിങ്ങൾക്ക് ഉത്തരം തരാതിരിക്കയില്ല. ഹല്ലേലൂയാ. പ്രതിസന്ധിയിൽ പതറല്ലേ, തളരല്ലേ, നിരാശപ്പെടല്ലേ. പ്രതിസന്ധി മറികടക്കുക, അവൻ ഉത്തരം അരുളി ചെയ്യും. ഹല്ലേലൂയാ. അപ്പൊ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ആഹ്വാനമാണ് ഭർത്തിമായി നമുക്ക് തരുന്ന 4-ാമത്തെ പാഠം, ഭർത്തിമായി നമുക്ക് തരുന്ന 5-ാമത്തെ പാഠം. ദൈവമക്കളെ, അതിനും അല്പം പശ്ചാത്തലം പറയണം. യേശു നിന്നു, ഉറക്കെ വിളിച്ചപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. അപ്പോ ഒരു പ്രതിഭാസം ഉണ്ടായി. തൊട്ടു മുമ്പിലത്തെ നിമിഷം മിണ്ടിപ്പോവരുത് എന്നവനെ ശാസിച്ച അതേ മനുഷ്യർ വേഷം ഒന്ന് മാറിയിട്ടു. അവർ ഓടിച്ചെന്ന് അവനെ പിടിച്ചു പോക്കി. എടാ വാടാ, യേശു വിളിക്കുന്നടാ, ഞങ്ങൾ നിന്നെ കൊണ്ടുപോവാ, വേഗം വാ എന്ന് അവനെ പിടിച്ച് അവനെ അവിടെ നിന്ന് വലിച്ചു പോക്കി. അവസരവാദികൾ, അവസരം പോലെ വേഷം മാറിക്കെട്ടുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവമക്കളെ, നമ്മളെ ആളുകളുടെ സ്വഭാവമാണത്. തൊട്ട് മുമ്പാണ് അവനോട് മിണ്ടിപ്പോവരുത്, തല്ലിക്കൊല്ലു എന്ന് പറഞ്ഞത്. യേശു വിളിക്കുന്നത് കേട്ടപ്പോൾ അവർ പ്ലേറ്റ് തിരിച്ചു വെച്ചു. ഞങ്ങൾ യേശുവിന്റെ ആൾക്കാരാണ്, നീ എണിക്ക്, ഞങ്ങൾ കൊണ്ടുപോവാ. ദൈവമക്കളെ, അവസരവാദികളായിട്ട് ജീവിക്കരുത്, നിലപാടുണ്ടാകണം ജീവിതത്തിൽ. ഈ മനുഷ്യർ അവനെ പോക്കി. 5-ാം പാഠം ഇതൊന്നുമല്ല. അവൻ പിടഞ്ഞെഴുന്നേറ്റു, താൻ പുതച്ചിരുന്ന പുതപ്പ് അവൻ എറിഞ്ഞു കളഞ്ഞു. അതാണ് 5-ാം പാഠം. എന്താണ് ഇതിനകത്തെ പാഠമെന്നല്ലേ? പുതപ്പ് സുഖത്തിന്റെ പ്രതീകമാണ്. ഹല്ലേലൂയാ. പുതപ്പ് സുഖത്തിന്റെ പ്രതീകമാണ്. എന്നാൽ കേൾക്കുക, മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങളും മനുഷ്യന് കൊടുക്കുന്നത് സുഖങ്ങളാണ്. എല്ലാ പാപങ്ങളും ഓരോ പുതപ്പുകളാണ്. മദ്യപിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് ഒരുതരം സുഖമാണ്, അതൊരു പാപസുഖത്തിന്റെ പുതപ്പാണ്. പൊടിവലിക്കുന്ന ഒരാൾക്ക്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് വേറൊരു തരം സുഖമാണ്. ദൈവമക്കളെ, അതും പാപത്തിന്റെ ഒരു പുതപ്പാണ്. അശ്ലീലം കണ്ടാസ്വദിക്കുന്നവർക്ക് കിട്ടുന്നത് വേറൊരു തരം സുഖമാണ്, അതും ഒരു പാപത്തിന്റെ പുതപ്പാണ്. വ്യഭിചാര സുഖം തേടിപ്പോകുന്നവർക്കും, ആഡംബരത്തിൽ പുളയ്ക്കുന്നവർക്കും, കൈക്കൂലി വാങ്ങുന്നവർക്കും, ദൈവമക്കളെ, ലോകത്തിന്റെ ഏത് പാപമ്ലേച്ഛത പ്രവർത്തിക്കുന്നവർക്കും അതൊരു തരം സുഖമാണ്, അതൊരു പുതപ്പാണ്. ഓർക്കുക, ഇന്ന് രാത്രി ഈ മുറ്റത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പാപസുഖത്തിന്റെ പുതപ്പം പുതച്ചാണോ ഇവിടെ ഇരിക്കുന്നത്? ഒരു പുതപ്പ് പുതച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നിനു മുകളിൽ ഒന്നായി 2 പുതപ്പുകൾ പുതച്ചിട്ടുള്ളവരുടെ ഇരിപ്പുണ്ട്. ഒന്നിനു മുകളിൽ ഒന്നായി 3, 4, 5, 8, 10 പുതപ്പുകൾ വരെ പുതച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവമക്കളെ, കേൾക്കുക, നീ പാപസുഖത്തിന്റെ പുതപ്പം പുതച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? എന്നാൽ യേശു നിന്നെ വിളിക്കുന്നു. നീ ഇന്ന് രാത്രി ഇവിടെ വെച്ച് സാത്താൻ നിന്നെ പുതപ്പിച്ച പാപസുഖത്തിന്റെ പുതപ്പ് കുടഞ്ഞു കളഞ്ഞിട്ട് വേണം യേശുവിന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ. ഹല്ലേലൂയാ.